ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 1 മുതൽ 6 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരാഴ്ച പഠിക്കാനുള്ളത് എന്ന് നോക്കാം. നമ്മളെല്ലാം പത്രത്തിൽ വന്ന കറണ്ട് അഫയേഴ്സ് തന്നെയാണ് നോക്കുന്നത്, അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ PSCയുടെ ഇപ്പോഴത്തെ നിലവിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പത്രത്തിൽ വരുന്ന ന്യൂസ് മാത്രമേ നമുക്ക് പഠിച്ചാൽ മതി, അല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിപ്പോണ്ട. ഓക്കെ, അപ്പം നമുക്ക് പത്രത്തിൽ ഈ ഒരാഴ്ച വന്ന കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കാണ് ഏത്, നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം ഏതാണ് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ്. നമ്മുടെ ഈ ഒരാഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ PSC ഇനിയുള്ള എക്സാമുകളിൽ ഈ ഒരു ടോപ്പിക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസ് എത്രാമത്തെ എഡിഷനാണ്? 23ാമത്തെ എഡിഷനാണ്. അപ്പോൾ 23ാമത്തെ 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ്. എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ്. അപ്പോൾ എന്നാ നടന്നത്? ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2026 നടന്നത്. ഓക്കെ, എന്ന് മുതലാണ്? ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ്. പഠിച്ചു വെച്ചേക്കുക. ആദ്യം ഇത് നടത്താനിരുന്നത് ഓസ്ട്രേലിയയിലാണ്. എന്നാൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നടത്താൻ സാധിച്ചില്ല. പിന്നെയാണ് നമ്മുടെ സ്കോട്ട്ലൻഡിലേക്ക് വേദി മാറ്റിയത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഭാഗ്യചിഹ്നം ഫിന്നി. പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫിന്നിയാണ്. ഫിന്നി എന്തുകൊണ്ട് ഭാഗ്യചിഹ്നമായി? നമ്മുടെ സ്കോട്ട്ലൻഡിൻ്റെ അവിടുത്തെ ദേശീയ മൃഗമാണ് യൂണിക്കോൺ. ആ യൂണിക്കോണിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഫിന്നിയെ ഭാഗ്യചിഹ്നമാക്കിയത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് 2026 വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യം തീരുമാനിച്ചിരുന്ന വേദി എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ ആയിരുന്നു വേദിയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഭാഗ്യചിഹ്നം പറഞ്ഞു ഏതാണ്? ഫിന്നിയാണ് ഭാഗ്യചിഹ്നം. ഓക്കെ അല്ലേ? ഫിന്നി എന്താണ്? അത് യൂണിക്കോൺ ആണ്. ഇനി നമ്മുടെ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം പറയുന്നുണ്ട്. എത്രയാണ്? 72 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. മത്സര ഇനങ്ങൾ 11 ഓക്കെ, ക്ലിയർ ആണോ? എത്ര മത്സര ഇനങ്ങളുണ്ട്? 11 മത്സര ഇനങ്ങളാണ് ഉള്ളത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടി 11 ഇനങ്ങളാക്കി മാറ്റി. ഓക്കെ, ഇതിനു മുമ്പ് 26 ഇനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ 2022 ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ 26 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എത്രയാക്കി? 11 ആക്കി. ഇപ്പം നമ്മുടെ ഈ ഒരു മത്സരം നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പല മത്സരങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അപ്പം ഇത് ഒഴിവാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കുറവ് നമുക്കുണ്ടായത്. അപ്പോൾ എന്താണ്? 26 ഇനങ്ങൾ ഉണ്ടായിരുന്നത് 11 കുറച്ചു. അത് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ PT ഉഷയാണ്. പുള്ളിക്കാരിയാണ് നമ്മുടെ ഈ ഒരു ടീമിനെയൊക്കെ നേതൃത്വം കൊടുത്ത് അവരെ കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ അറിഞ്ഞു വെച്ചേക്കുക. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ഓഗസ്റ്റ് 2 എന്ത് അവസാനിച്ചു? 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് അവസാനിച്ചു. ഇനി 24ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? നമ്മുടെ അഹമ്മദാബാദ്, ഗുജറാത്തിലാണ്. നമ്മുടെ ഇന്ത്യയിലാണ് ഇനി 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. എത്രാമത്തെയാണ്? 24ാമത്തെ. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. 24ാമത്തെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയാണ്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഓക്കെ, 23ാമത്തെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ 1930 ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഓക്കെ, ഇനി 2030 ആകുമ്പോൾ അത് എത്ര വർഷമായി? 100 വർഷമായി. അതായത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 100ാമത്തെ വാർഷികത്തിൻ്റെ വേദിയാണ് ഏത്? നമ്മുടെ ഇന്ത്യയിലെ അഹമ്മദാബാദ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞു വെച്ചേക്കുക. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 100ാം വാർഷികത്തിൻ്റെ വേദി എവിടെയാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ അഹമ്മദാബാദാണ്. എത്രാമത്തെയാണ്? 24ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അതും പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ?
നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിക്കൊടുത്ത ഒരു കായിക ഇനമാണ് ഇത് ബോക്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല, നമ്മുടെ ലോകത്തിലെ ഒരു രാജ്യം ഏതെങ്കിലും ഒരു ഇനത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുണ്ടെങ്കിൽ അത് ബോക്സിങ്ങിലാണ്. അത് ഇത്തവണ നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. ലോകത്ത് ഒരു രാജ്യത്തിന് ഒരു ഇനത്തിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് ഏത് ഇനത്തിനാണ്? ബോക്സിങ്ങിനാണ്. ആ ബോക്സിന് കിട്ടിയത് ആർക്കാണ്? നമ്മുടെ ഇന്ത്യക്കാണ്. അങ്ങനെ ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മുടെ ഇന്ത്യക്ക് 10 മെഡലുകളാണ് ബോക്സിങ്ങിൽ കിട്ടിയത്. എത്രയാണ്? 10 മെഡലുകളാണ് കിട്ടിയത്. ആ 10 മെഡലിൽ 7 എന്താണ്? ഗോൾഡാണ്. 10ൽ 7 ഗോൾഡും 3 വെള്ളിയുമാണ് കിട്ടിയത്. പഠിച്ചു വെച്ചേക്കാം. നമ്മുടെ ഇന്ത്യക്ക് 10 മെഡലുകൾ ബോക്സിങ്ങിൽ കിട്ടി. ടോട്ടൽ നമ്മുടെ ഇന്ത്യക്ക് 13 ഗോൾഡ് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ 7 ഏതിൽ നിന്നാണ് കിട്ടിയത്? അത് ബോക്സിങ്ങിൽ നിന്നാണ് കിട്ടിയത്. പഠിച്ചു വെച്ചേക്കാം. 3 സിൽവറുമാണ്. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 10 മെഡലിൽ 5 മെഡൽ നേടിയത് ആരാണ്? വനിതകളാണ്. ഓക്കെ, അപ്പം 10 മെഡലിൽ 7 ഗോൾഡാണ്. 10ൽ 7 ഗോൾഡാണ്. 10ൽ 5 വനിതകളുമാണ് നേടിയത്. അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പം ലോകത്ത് ഒരു രാജ്യം ഒരു കായിക ഇനത്തിൽ നേടുന്ന ഏറ്റവും ഉയർന്ന മെഡൽ നേട്ടമാണ് ഇത്തവണ നമ്മുടെ ഇന്ത്യക്ക് ബോക്സിങ്ങിൽ കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഏക ഇരട്ട മെഡൽ ജേതാവ് ആരാണ്? അത് നമ്മുടെ ഗുൽവീർ സിംഗ് ആണ്. ആരാണ്? ഇന്ത്യയുടെ ഏക ഇരട്ട മെഡൽ ജേതാവാണ് ഗുൽവീർ സിംഗ്. ഏതിനൊക്കെയാണ്? 10,000 മീറ്റർ ഓട്ടവും 5000 മീറ്റർ ഓട്ടമാണ് കേട്ടോ. അപ്പോൾ 10,000 മീറ്ററിൽ സിൽവറും 5000 മീറ്ററിൽ വെങ്കലമാണ് പുള്ളിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഇരട്ട മെഡൽ നേട്ടമായത്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ഏക ഇരട്ട മെഡൽ ജേതാവാണ് ആര്? ഗുൽവീർ സിംഗ്. പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ തുടർച്ചയായി 3 കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ഇന്ത്യൻ ഭാരോദ്വഹനക്കാരി ആരാണ്? മീരാബായി ചാനു. പഠിച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. തുടർച്ചയായിട്ട് 3 തവണ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടർച്ചയായിട്ട് 3 തവണ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു വാക്ക് എന്താണ്? ഹാട്രിക് എന്ന് പറയും അല്ലേ? അപ്പം ഹാട്രിക് ഗോൾഡ് മെഡൽ നേടുന്ന എന്ന് PSC ചോദിച്ചാലും തുടർച്ചയായി 3 തവണ ഗോൾഡ് മെഡൽ നേടുന്നതെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? മീരാബായി ചാനു തന്നെയാണ്. പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയുടെ ഏക ഇരട്ട മെഡൽ ജേതാവ് ആരാണ്? ഗുൽവീർ സിംഗ് ആണ്. ഓക്കെ, പിന്നെ എന്താ നമ്മൾ പറഞ്ഞ? തുടർച്ചയായി 3 കോമൺവെൽത്ത് ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഭാരോദ്വഹനക്കാരി ആരാണ്? മീരാബായി ചാനു ആണ്. ഓക്കെ അല്ലേ? അത്ലറ്റിക്സിൽ ശ്രീശങ്കറിനും മുഹമ്മദ് ബാസിലിനും വെള്ളി മെഡൽ കിട്ടി. നമ്മുടെ മലയാളികളായിട്ടുള്ള 2 അത്ലറ്റിക് താരങ്ങളാണ്. ആരൊക്കെ? നമ്മുടെ ശ്രീശങ്കറും മുഹമ്മദ് ബാസിലും. ഇവർക്ക് 2 പേർക്ക് എന്ത് കിട്ടി? വെള്ളി മെഡൽ കിട്ടി. അപ്പം നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ 39 മെഡൽ നേട്ടത്തിൽ 2 മലയാളികളുണ്ട്. ആരൊക്കെയാണ്? ശ്രീശങ്കറും മുഹമ്മദ് ബാസിലുമാണ്. അവർക്ക് എന്ത് കിട്ടി? വെള്ളി മെഡൽ കിട്ടി. പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്ത് പറഞ്ഞു? അത്ലറ്റിക്സിൽ 2 മലയാളികൾക്കാണ് മെഡൽ കിട്ടിയത്. 2 മലയാളികൾക്കും വെള്ളി മെഡലാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? നീരജ് ചോപ്ര. നീരജ് ചോപ്രയ്ക്കും എന്ത് കിട്ടി? വെള്ളി മെഡൽ കിട്ടി. നീരജ് ചോപ്രയ്ക്കും സിൽവർ ആണ് കിട്ടിയത്. അറിഞ്ഞു വെച്ചേക്കുക. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നില്ല, എന്നാലും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഭിവാനി. ഭിവാനിയുടെ പ്രത്യേകത എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ ക്യൂബ. ബോക്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ക്യൂബ എന്നറിയപ്പെട്ട സ്ഥലമാണ് ഏത്? ഭിവാനി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യക്ക് ടോട്ടൽ എത്ര മെഡൽ കിട്ടി. എത്ര മെഡലാണ് കിട്ടിയത്? 39 മെഡലുകളാണ് കിട്ടിയത് ഇന്ത്യക്ക്. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൽ ടോട്ടൽ എത്ര മെഡൽ കിട്ടി? 39 മെഡലാണ് കിട്ടിയത്. അതിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവുമാണ് നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കിയത്. എന്താണ്? 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. ഓക്കെ അല്ലേ? അത് പഠിച്ചു വെക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണിത്. ഓക്കെ, നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഒക്കെ നടന്നപ്പോഴും ഇതേ കണക്ക് എത്ര സ്വർണം, എത്ര വെള്ളി, എത്ര വെങ്കലം എന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായും പഠിച്ചു വെച്ചേക്കുക. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. ഓക്കെ അല്ലേ? അതുപോലെ ഈ 13 ഗോൾഡ് മെഡൽ കിട്ടിയതിൽ 9 നേടിയത് ആരാണ്? നമ്മുടെ വനിതകളാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചല്ലോ. എന്താ പറഞ്ഞ? ബോക്സിങ്ങിൻ്റെ കാര്യത്തിൽ ബോക്സിങ്ങിൽ 10 മെഡലാണ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയത്. ആ 10ൽ
5 മെഡലും നേടിയത് ആരാണ്? വനിതകളാണ് അല്ലേ. അപ്പോൾ ബോക്സിങ്ങിൽ 10ൽ 5 നേടിയത് വനിതകളാണ്. ഇന്ത്യയുടെ ടോട്ടൽ സ്വർണ്ണ മെഡൽ എത്രയാണ്? 13 ആ 13ൽ 9 നേടിയത് ആരാണ്? വനിതകളാണ്. പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മുടെ കോമൺവെൽത്ത് റാങ്കിങ് നമുക്ക് നോക്കാം. ഓക്കെ, റാങ്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1ാം സ്ഥാനം ആരാണ്? ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ കുറച്ച് നേരത്തെ പഠിച്ചിരുന്നു. എന്ത് കാര്യം കൊണ്ടാണ് പഠിച്ചത്? നമ്മുടെ ഈ ഒരു വർഷത്തെ 2024 കോമൺവെൽത്ത് വേദിയായിട്ട് തീരുമാനിച്ചിരുന്ന സ്ഥലം ഏതായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. അവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് സ്കോട്ട്ലൻഡിലേക്ക് മാറ്റിയത് അല്ലേ. അപ്പം ആ ഓസ്ട്രേലിയ ആണ് 1ാം സ്ഥാനം നേടിയത്. 70 ഗോൾഡ് മെഡലാണ് അവർക്ക് കിട്ടിയത്. പഠിച്ചു വെച്ചേക്കുക. 70 ഗോൾഡ് മെഡലോടെ ഓസ്ട്രേലിയ ആണ് 1ാം സ്ഥാനം നേടിയത്. ഓക്കെ, ഇനി 2ാം സ്ഥാനം ആർക്കാണ്? ഇംഗ്ലണ്ടിനാണ്. 29 സ്വർണം. എത്രയാണ്? 29 സ്വർണം. ഓക്കെ, ഇനി 3ാം സ്ഥാനം നേടിയത് കാനഡയാണ്. 19 സ്വർണം. എത്രയാണ്? 3ാം സ്ഥാനം കാനഡ, 19 സ്വർണം. ക്ലിയർ ആണല്ലോ. 1ാം സ്ഥാനം ഓസ്ട്രേലിയ, 2ാം സ്ഥാനം ഇംഗ്ലണ്ട്, 3ാം സ്ഥാനം കാനഡ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 4ഉം 5ഉം ഒരുമിച്ച് അങ്ങ് പഠിക്കാം. 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. 5ാം സ്ഥാനം സ്കോട്ട്ലൻഡിനാണ്. സാധാരണ നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം വരെയാണ് എല്ലാ റാങ്കിങ്ങും പഠിക്കാറുള്ളത്. പക്ഷേ ഇവിടെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? നമ്മുടെ നിലവിലെ വേദിയാണ്, അല്ലെങ്കിൽ നിലവിലെ ആതിഥേയ രാജ്യമാണ്. ഏതാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് അല്ലേ. അപ്പോൾ ആ സ്കോട്ട്ലൻഡാണ് 5ാം സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ 4ഉം 5ഉം പഠിക്കുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ മെഡൽ നേട്ടം നിങ്ങളൊന്ന് നോക്കി. 2 പേർക്കും 13 സ്വർണം വെച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാണെങ്കിലും സ്കോട്ട്ലൻഡിനാണെങ്കിലും 13 സ്വർണം തന്നെയാണ് കിട്ടിയത്. ഇനി നമ്മുടെ ഇന്ത്യക്ക് 17 വെള്ളി കിട്ടി, 9 വെങ്കലം കിട്ടിയെന്ന് നമ്മൾ പഠിച്ചില്ലേ. ഇനി ജസ്റ്റ് അതങ്ങ് തിരിച്ചിടുക. അത് നമുക്ക് സ്കോട്ട്ലൻഡിനാവും 9 വെള്ളിയും 17 വെങ്കലവും. ഓക്കെ, ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി. ഫുള്ള് കാണാതെ പഠിക്കണ്ട. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയെങ്കിൽ സ്കോട്ട്ലൻഡിന് എന്താണ്? 13 സ്വർണം, 9 വെള്ളി, 17 ഏതാണ്? വെങ്കലം. ഓക്കെ, ഇത് ചിലപ്പോൾ PSC എക്സാമിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡൽ നേട്ടം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സ്കോട്ട്ലൻഡിൻ്റെയൊക്കെ ഓപ്ഷനിൽ കാണും. അതുകൊണ്ട് ശ്രദ്ധിച്ച് അത് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ ഗോൾഡ് മെഡൽ ജേതാക്കൾ ആരൊക്കെയാണെന്നാണ്. ആരൊക്കെയാണ്? മീരാബായി ചാനു. നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചാണ്. മീരാബായി ചാനു എന്താ പഠിച്ചത്? നമ്മുടെ തുടർച്ചയായി 3 ഗോൾഡ് മെഡൽ നേടുന്ന ഭാരോദ്വഹനക്കാരിയാണ് ആര്? മീരാബാനു ചാനു അല്ലേ. അപ്പം മീരാബായി ചാനുവിന് 48 കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിങ്ങിനാണ് എന്ത് കിട്ടിയത്? സ്വർണ്ണ മെഡൽ കിട്ടിയത്. മൊത്തം 13 സ്വർണ്ണമാണ് നമുക്ക് കിട്ടിയത്. ആ 13ൽ 1 മീരാബായി ചാനു ആണ്. ഓക്കെ, ഇനി അടുത്ത ആരാണ്? ഷർമിള ധൻകർ. ഷർമിള ധൻകർ ഏതാണ്? പാരാ അത്ലറ്റിക് താരമാണ് കേട്ടോ. അപ്പോൾ പാരാ അത്ലറ്റിക്സിൽ നമ്മൾ ഇത്തവണ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു 10-20 വർഷമായിട്ട് നമുക്ക് പാരാ അത്ലറ്റിക്സിൽ അങ്ങനെ കോമൺവെൽത്ത് മെഡലുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് പാരാ അത്ലറ്റിക്സിൽ കിട്ടിയത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഷർമിള ധൻകറിന് ഷോർട്ട് പുട്ടിൽ സ്വർണ്ണ മെഡൽ കിട്ടി. അതുപോലെ തന്നെ ദിലീപ് ഗവിത്ത്. ആരാണ്? ദിലീപ് ഗവിത്ത് മെൻ എന്ത് കിട്ടി? നമ്മുടെ പാരാ അത്ലറ്റിക് താരം തന്നെയാണ്. സ്വർണ്ണ മെഡൽ കിട്ടി. അറിഞ്ഞു വെച്ചേക്കുക. അസ്മിത ഡേ പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അസ്മിത ഡേയും ഹർഷ സിംഗും ഇവർക്ക് 2 പേർക്കും ജൂഡോയിലാണ് സ്വർണ്ണ മെഡൽ കിട്ടിയത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ജൂഡോയിൽ സ്വർണ്ണ മെഡൽ കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെയാണ്? അസ്മിത ഡേയ്ക്കും ഹർഷ സിംഗിനും എന്ത് കിട്ടി? ജൂഡോയിൽ സ്വർണ്ണ മെഡൽ കിട്ടി. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജൂഡോയിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത്. ഓക്കെ, അപ്പം അസ്മിത സിംഗ് എത്രയാണ്? 48 കിലോഗ്രാമും നമ്മുടെ ഹർഷ സിംഗ് 60 കിലോഗ്രാമിനുമാണ് മെഡൽ നേടിയത്. ഇനി നമ്മുടെ സോമൻ റാന. സോമൻ റാനയ്ക്ക് എന്താണ്? ഷോർട്ട് പുട്ടാണ്. അപ്പോൾ നമ്മൾ 2 ഷോർട്ട് പുട്ട് താരങ്ങൾ ഇവിടെ പറഞ്ഞു. ഷർമിള ധൻകറും സോമൻ റാനയും ആരാണ്? ഷോർട്ട് പുട്ട് താരങ്ങളാണ്. ഷർമിള ധൻകർ പാരാ അത്ലറ്റിക് താരമാണെന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ സാക്ഷി ചൗധരി. സാക്ഷി ചൗധരിക്കും ബോക്സിങ്ങിനാണ് മെഡൽ കിട്ടിയത്. അങ്കുഷ് പങ്കൽ, പ്രീതി പവാർ ഇതൊക്കെ എന്താണ്? ബോക്സിങ്ങിലാണ് മെഡൽ കിട്ടിയത്. ജൈസ്മിൻ ലംബോറിയ. ആരാണ്? ജൈസ്മിൻ ലംബോറിയ പഠിച്ചു വെച്ചേക്കുക. അതും ബോക്സിംഗ് ആണ്. സച്ചിൻ ശിവാജ്. ആരാണ്? സച്ചിൻ ശിവാജ്. പ്രിയ ഗംഗസ്.
പിന്നെ നമ്മുടെ അരുന്ധതി ചൗധരി, ഇവരൊക്കെ എന്താണ് ബോക്സിംഗ് താരങ്ങളാണ്. ഇവർക്ക് എല്ലാവർക്കും എന്ത് കിട്ടി? ഗോൾഡ് മെഡൽ കിട്ടി. അപ്പോൾ ഇത്രയും ആളുകളുടെ പേര് പഠിച്ചു വെക്കണം. ഇനി ഇതിനോടൊപ്പം ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക, ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. ഡെക്കാത്ലൺ എന്ന് പറഞ്ഞൊരു കായിക ഇനമുണ്ട്. ഓക്കെ, ഡെക്കാത്ലൺ. ഈ ഡെക്കാത്ലണിലും നമ്മുടെ ഇന്ത്യക്ക് മെഡൽ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് തേജസ്വിൻ ശങ്കർ. ആരാണ്? തേജസ്വിൻ ശങ്കർ പഠിച്ചു വെച്ചേക്കണേ. അപ്പം തേജസ്വിൻ ശങ്കർ ഏത് കായിക ഇനമാണ്? ഡെക്കാത്ലൺ ആണ്. സ്വർണ്ണ മെഡൽ അല്ല, ജസ്റ്റ് ഇതിൽ ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട്, ആദ്യ ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രം അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തായ്പേ ഓപ്പണിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ കായിക താരം ആരാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആരാണ്? നമ്മുടെ തൻവീർ ശർമ്മയാണ്. ആരാണ്? തൻവീർ ശർമ്മയാണ് തായ്പേ ഓപ്പണിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇതാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പഠിച്ചിട്ടുള്ള ചില പ്രായം കുറഞ്ഞ താരങ്ങളുണ്ട്. അവരെയും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ആരൊക്കെയാണ്? നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ വൈഭവ് സൂര്യവംശിയാണ് അല്ലേ. അപ്പം നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. അതുപോലെ IPL ലേലത്തിൽ വിറ്റുപോകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണെന്ന് ചോദിച്ചാലും, ലിസ്റ്റ് എ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണെന്ന് ചോദിച്ചാലും ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? തായ്പേ ഓപ്പണിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഇന്ത്യൻ താരം ആരാണ്? തൻവീർ ശർമ്മയാണ്. ഇനി ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അല്ലെങ്കിൽ IPL ലേലത്തിൽ വിറ്റുപോയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ലിസ്റ്റ് എ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ഇതെല്ലാം ആരാണ്? നമ്മുടെ വൈഭവ് സൂര്യവംശിയാണ്. ക്ലിയർ ആണല്ലോ, പഠിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ ഫിഡെ റേറ്റിംഗിൽ പോയിന്റ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതാരാണ്? സർവാംഗ്യ സിംഗ്. ആരാണ്? സർവാംഗ്യ സിംഗ് ആണ് ഫിഡെയുടെ റേറ്റിംഗ്. ഫിഡെ എന്താണ്? ചെസ് മത്സരമാണ് അല്ലേ. അപ്പോൾ ഫിഡെയുടെ റേറ്റിംഗിൽ പോയിന്റ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് നമ്മുടെ സർവാംഗ്യ സിംഗ്. അത് നമ്മുടെ മധ്യപ്രദേശ് താരമാണ്. ഓക്കെ, ഇന്ത്യൻ താരമാണ് പറഞ്ഞേക്കുന്നത്. ഫിഡെയുടെ റേറ്റിംഗിൽ ഏറ്റവും പോയിന്റ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏത് ഇന്ത്യൻ താരം എന്ന് ചോദിച്ചാൽ സർവാംഗ്യ സിംഗ് ആണ്, മധ്യപ്രദേശുകാരനാണ്. എന്നാൽ ഈ ഒരു ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. ഫിഡെയുടെ ലോകകപ്പിൽ, ചെസ് ലോകകപ്പിൽ ജേതാവായ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ താരമല്ല, അത് ആരാണ്? യാവോഹിർ സിന്ദ്രോവ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. ഓക്കെ, ജസ്റ്റ് അത്രയൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്താണ് കാൻഡിഡേറ്റ് ചെസ്സിൽ മെഡൽ നേടുന്ന അല്ലെങ്കിൽ ജേതാവാകുന്ന ഇന്ത്യൻ വനിതാ കായിക താരം, ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ കായിക താരം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് R വൈശാലിയുടെ പേരൊക്കെ പറയാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വെച്ചേക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ജിയാനി ഇൻഫാന്റിനോ. ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ് നമ്മുടെ ഫിഫയുടെ പ്രസിഡന്റ്. ജിയാനി ഇൻഫാന്റിനോ പഠിച്ചു വെച്ചാൽ മതി. പത്രത്തിൽ വന്നതായതുകൊണ്ട് ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ LGSൻ്റെയൊക്കെ സിലബസിൽ കേരള കായിക ഇനങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പം LGS പ്രത്യേകിച്ച് ഈ ഒരു കറണ്ട് അഫയേഴ്സ് നോക്കുക. കേരള ക്രിക്കറ്റ് അസോസിയേഷന് 75 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് GV രാജ. ആരാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഇപ്പോൾ 75ാം വാർഷികമാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? GV രാജയാണ്. എന്നാൽ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കേളപ്പൻ തമ്പുരാൻ. ആരാണ്? കേളപ്പൻ തമ്പുരാനാണ് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആദ്യത്തെ സെക്രട്ടറി. ഓക്കെ, ഇനി ഇത് രൂപീകരിച്ചത് 1950 കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകരിച്ച വർഷം എന്നാണ്? 1950. ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരമാണ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ 75ാം വാർഷികമാണ്. അപ്പം നമ്മുടെ
കറണ്ട് അഫയേഴ്സിൽ 25 വർഷം കൂടിയുള്ള, ഇപ്പോൾ 25, 50, 75 അങ്ങനെ വരുന്ന 25ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ കറണ്ട് അഫയേഴ്സിൽ വാർഷികങ്ങളായിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അത് നോക്കി വെച്ചേക്കണം. ഇത് PSC എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി നമ്മുടെ വനിതകളുടെ ടൂർ ഡി ഫ്രാൻസ് UCI വേൾഡ് സൈക്ലിംഗ് ടാലൻറ്റിൽ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യക്കാരി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഹർഷിത ജക്കർ. ആരാണ്? നമ്മുടെ വനിതകളുടെ ടൂർ ഡി ഫ്രാൻസ് UCI വേൾഡ് സൈക്ലിംഗ് ടാലൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? അത് നമ്മുടെ ഹർഷിത ജക്കർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ സ്പോർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ജോഗ്രഫിയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരാഴ്ച കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വന്നു അതാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്ധന മേഖലയ്ക്ക് ഒരു നിർണായകമായിട്ടുള്ളൊരു പദ്ധതി നമ്മുടെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് സമുദ്ര മന്ഥൻ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ധന മേഖലയ്ക്ക് വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നത്? സമുദ്ര മന്ഥൻ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ എണ്ണ, പ്രകൃതിവാതക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമുദ്ര മന്ഥൻ പദ്ധതി നടപ്പിലാക്കുന്നത്. പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേര്? സമുദ്ര മന്ഥൻ. എന്തിനുള്ളതാണ്? നമ്മുടെ രാജ്യത്ത് ഇന്ധനോർജ മേഖലയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. എന്തൊക്കെയാണ്? എണ്ണ, പ്രകൃതിവാതക മേഖലകളിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് സമുദ്ര മന്ഥൻ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കുക. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെൻ്റ്ലി പത്രത്തിൽ വന്ന കറണ്ട് അഫയേഴ്സും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് തിരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു കറണ്ട് അഫയേഴ്സ് ആണ് സമുദ്രപ്രതാപ്. സമുദ്രപ്രതാപ് എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. ഓക്കെ, അപ്പോൾ സമുദ്രമന്ഥൻ എന്താണ്? അത് പദ്ധതിയുടെ പേരാണ്. എന്തിനുള്ള പദ്ധതിയാണ്? നമ്മുടെ ഇന്ധന ഊർജ മേഖല അത് വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സമുദ്രമന്ഥൻ പദ്ധതി. ഇതെന്താണ്? സമുദ്രപ്രതാപ്. അതെന്തിനുള്ളതാണ്? നമ്മുടെ സമുദ്രത്തിലുള്ള ആ മലിനീകരണം നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സമുദ്രപ്രതാപ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ സമുദ്രയാനുണ്ട്. സമുദ്രയാൻ എന്താണ്? നമ്മുടെ ആഴക്കടലുമായിട്ടുള്ള പര്യവേഷണമൊക്കെ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് സമുദ്രയാൻ പദ്ധതി. ഈ സമുദ്രയാൻ പദ്ധതിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പേടകം അല്ലെങ്കിൽ വാഹനമാണ് മത്സ്യ 6000. ഓക്കെ, അപ്പം നമ്മുടെ സമുദ്രയാൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്ന പേടകം ഏതാണ് അല്ലെങ്കിൽ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മത്സ്യ 6000 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ സ്വയംഭരണ സമുദ്ര കപ്പൽശാല അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ ലോക സമുദ്ര ദിനവും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ജൂൺ 8 PSC പലതവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ആക്കിയത്. അപ്പം ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ 8. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സമുദ്രമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി പഠിച്ചപ്പം നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പം ഈ വർഷം 2026 അല്ലെങ്കിൽ 25 തൊട്ട് 2025, 26 വർഷങ്ങളിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിനോടൊപ്പം തന്നെ നമ്മളൊന്ന് റിവിഷൻ ചെയ്ത് പോയത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ A23A എന്ന് പറയുന്ന മഞ്ഞുമല. എന്താ പ്രത്യേകത? നമ്മൾ അടുത്തിടെ പൂർണ്ണമായും അപ്രത്യക്ഷമായ ഒരു മഞ്ഞുമലയാണ് A23A. സാധാരണ ഒരുപാട് മഞ്ഞുമലകൾ അല്ലെങ്കിൽ ഹിമാനികളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാൾ മുന്നേ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചാണ് വെനസ്വേലയിലെ അവസാന ഹിമാനിയും നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതിനുശേഷമാണ് നമ്മുടെ UN 2025 ഹിമാനികളുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിച്ചത് അല്ലേ? അപ്പോൾ ഇപ്പം പുതുതായിട്ട് വന്ന ഈ A23Aയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല ആയിരുന്ന ഒരു മഞ്ഞുമലയാണ് A23A. ഇപ്പം എന്ത് സംഭവിച്ചു? അത് പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഓക്കെ, അത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ A23Aയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രമായിരുന്നു ദ്രുഷ്ണയ-1. ആരാണ്? ദ്രുഷ്ണയ-1. ഇത് ആരുടെയാണ്? സോവിയറ്റ് യൂണിയൻ്റെ ആണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സോവിയറ്റ് യൂണിയനോ, ഇപ്പോൾ അത് റഷ്യയല്ലേ, അതായത് നിലവിൽ ഇപ്പോൾ അതില്ല. ഓക്കെ, നിലവിൽ ഈ ഒരു ഗവേഷണ കേന്ദ്രം ഇല്ല. ഇത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ദ്രുഷ്ണയ-1 എന്ന് പറയുന്ന ഗവേഷണ കേന്ദ്രം എവിടെ ഉണ്ടായിരുന്നു? ഈ A23A എന്ന് പറയുന്ന മഞ്ഞുമലയുടെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇടിഞ്ഞൊക്കെ പോയി ആ സംഭവം നശിച്ചു പോയി. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അങ്ങനെ ഒരു ഗവേഷണ കേന്ദ്രം എവിടെ ഉണ്ടായിരുന്നു? A23Aയിൽ ഉണ്ടായിരുന്നു. 1986 ഈ കേന്ദ്രം വരുന്ന ഭാഗം
വലിയ മഞ്ഞുപാളിയിൽ നിന്ന് അടർന്ന് A23 എന്ന് പറയുന്ന ആ ഒരു മഞ്ഞുമല ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? അടുത്തിടെ അപ്രത്യക്ഷമായ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല ഏതാണ്? A23A ആണ്. ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ഗവേഷണ കേന്ദ്രം ഏതായിരുന്നു? ദൃഷ്ണയ-1. ആരുടേതാണ്? സോവിയറ്റ് യൂണിയൻ്റെ ആണ്. ഇത് നമ്മുടെ UN ഹിമാനികളുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷത്തെയാണ്? 2025-നാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് ആക്ട്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ കമ്മീഷൻ. ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാബറി മസ്ജിദിൻ്റെ തകർച്ചയായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ്. അത് അന്വേഷിക്കാൻ വന്ന കമ്മീഷനായിരുന്നു നമ്മുടെ MS ലിബർഹാൻ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ലിബർഹാൻ കമ്മീഷൻ. ഓക്കെ, അതൊരു ഏകാംഗ കമ്മീഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷനിൽ ആര് മാത്രമേ ഉള്ളൂ? മൻമോഹൻ സിംഗ് ലിബർഹാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചു. ഓക്കെ, അതുകൊണ്ട് അത് നോക്കി വെച്ചേക്കുക. നമ്മുടെ ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ അല്ലെങ്കിൽ MS ലിബർഹാൻ എന്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ബാബറി മസ്ജിദ് തകർച്ച അന്വേഷിക്കാൻ വന്ന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഹെൽത്ത് ആൻഡ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഹെൽത്ത് ആൻഡ് ഡിസീസിൽ അടുത്തിടെ ഓസ്ട്രേലിയയിൽ കുറേ കടൽ പക്ഷികളൊക്കെ മരിച്ചു പോയിരുന്നു. എന്ത് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടാണ്? H5N1. എന്താണ്? H5N1 എന്ന് പറയുന്ന വൈറസ് ബാധ ബാധിച്ചിട്ട് ഓസ്ട്രേലിയയിലെ കുറേ കടൽ പക്ഷികൾ മരിച്ചുപോയി. അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. H5N1 ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തത് എന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. എവിടെയാണ്? ഓസ്ട്രേലിയയിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്തിടെ കുറേ ഡെങ്കിപ്പനിയുടെയൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞു വെച്ചേക്കുക, രാജ്യത്തിലെ ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ആണ് ഏത്? ക്യൂഡെങ്ക. ഏതാണ്? ക്യൂഡെങ്ക. പഠിച്ചേക്കണം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഏതാണ്? ക്യൂഡെങ്ക. നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടെട്രാവാലന്റ് ഡെങ്കി വാക്സിൻ, തദ്ദേശീയമായി എന്ന് പറഞ്ഞാൽ ഒരു 80% നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഒരു വാക്സിൻ, ഡെങ്കി വാക്സിൻ ആണ് ഏത്? ഡെങ്കി ഓൾ. ഏതാണ്? ഡെങ്കി ഓൾ. പഠിച്ചു വെച്ചേക്കുക. അപ്പം രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച ഡെങ്കി പ്രതിരോധ വാക്സിൻ ഏതാണ്? ക്യൂഡെങ്കയാണ്. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടെട്രാവാലന്റ് ഡെങ്കി വാക്സിൻ ഏതാണ്? അത് ഡെങ്കി ഓൾ ആണ്. ഇനി അടുത്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിൻ, അതാണ് ബൂട്ടാൻ DV. ഏതാണ്? ബൂട്ടാൻ DV. പഠിച്ചു വെച്ചേക്കുക. അത് ബ്രസീലിലാണ് ആദ്യമായിട്ട് പരീക്ഷിച്ചത്. അപ്പം ലോകത്തിലെ ആദ്യത്തെ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിൻ ഏതാണ്? ബൂട്ടാൻ DV ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിക്കാനുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യമായിട്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ബഹിരാകാശ സഞ്ചാരി നാസയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോയല്ലേ. അപ്പം അതാരാണ്? അനിൽ മേനോനാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്താണ്? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അനിൽ മേനോനാണ്. ഓക്കെ, ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ മലയാളിയാണ് ആര്? അനിൽ മേനോൻ. എവിടെ നിന്നാണ് പോയത്? നാസയിൽ നിന്നാണ് പോയത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായിട്ടാണ് പോയത്. ഓക്കെ, ഇനി ഏതിലാണ് പോയത്? ഏത് പേടകത്തിലാണ്? സോയൂസ് MS-29 എന്ന് പറയുന്ന പേടകത്തിലാണ് യാത്ര ആരംഭിച്ചത്. ഏതാണ് റോക്കറ്റ്? സോയൂസ് 2.1A എന്ന് പറയുന്ന റോക്കറ്റിലാണ് പുള്ളിക്കാരൻ യാത്ര ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂസ്. എന്നാൽ ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ISS-ൽ, നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് നമ്മുടെ ശുഭാംശു ശുക്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ISS-ൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയാണ്. പഠിച്ചു വെച്ചേക്കുക. എന്നാൽ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? അത് അനിൽ മേനോനാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 4 അടുത്തിടെ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചു. അതിൻ്റെ ദൂരപരിധി അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യ ദൂരം എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 3000 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അഗ്നി 4ൻ്റെ ദൂരപരിധി എത്രയാണ്? 3000 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ അനിൽ മേനോനാണ്. പഠിച്ചു വെച്ചേക്കണം. പാലക്കാട്
ഒറ്റപ്പാലം സ്വദേശിയാണ്. ഓക്കെ, നമ്മുടെ അനിൽ മേനോന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കുക, പുള്ളിക്കാരൻ ബഹിരാകാശത്ത് പോയിട്ട് അവിടെ നടന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചൂടെ, ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ മലയാളി ആരാണ്? അതും അനിൽ മേനോനാണ്. ഓക്കെ, അപ്പോൾ ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ മലയാളി എന്നോ ബഹിരാകാശത്ത് ആദ്യമായിട്ട് നടന്ന മലയാളി എന്നോ ചോദിച്ച ആരാണ്? അത് അനിൽ മേനോനാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ 101ാമത്തെ റംസാർ സൈറ്റ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തു. ആരാണ്? ഗ്ലാവ് തടാകം അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ 101ാമത്തെ റംസാർ സൈറ്റ്. അപ്പോൾ 101ാമത്തത് ഇപ്പോൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. തൊട്ടടുത്ത് ഈ വർഷം തന്നെയാണ് 100ാമത്തെ റംസാർ സൈറ്റ് റിപ്പോർട്ട് ചെയ്തത്. അതേതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. അത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 100ാമത്തെ ആയതുകൊണ്ട് നോക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ 101ാമത്തെ റംസാർ സൈറ്റ് ഏതാണ്? ഗ്ലാവ് തടാകം അരുണാചൽ പ്രദേശ്. 100ാമത്തെ ഏതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്. ഓക്കെ, ഇനി ചിലപ്പോൾ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എന്ന ഓപ്ഷനിൽ കാണൂല, പകരം അവിടെ സുർഹാത്താൽ പക്ഷി സങ്കേതം എന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം സുർഹാത്താൽ പക്ഷി സങ്കേതം എന്നോ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ 100ാമത്തെ റംസാർ സൈറ്റാണ്. അറിഞ്ഞു വെച്ചേക്ക്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഇനി പരിസ്ഥിതി പ്രകടന സൂചിക അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 176ാം സ്ഥാനമാണ് ഉള്ളത്. നിങ്ങളിതൊന്ന് നോക്കേ, 177 രാജ്യങ്ങളുടെ പട്ടികയാണ്. അതിൽ 176ാം സ്ഥാനം അത്രയും മോശമാണ് അല്ലേ? അപ്പം 177 രാജ്യങ്ങളിൽ 176ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ എൻവയോൺമെൻറ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 177ാമത്തെ രാജ്യം ഏതാണ്? ലാവോസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ് പട്ടികയിൽ ഏറ്റവും അവസാനത്തെ രാജ്യം ഏതാണ്? ലാവോസ് ആണ്. സെക്കൻഡ് ലാസ്റ്റ് രാജ്യം ഏതാണ്? അത് നമ്മുടെ ഇന്ത്യ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഗ്നി-4 ഇവിടെ തന്നെ പറയാം. ജസ്റ്റ് സ്ലൈഡ് മാറിപ്പോയതാണ്. അപ്പോൾ അഗ്നി-4 വിജയിച്ച കാര്യം നമ്മൾ പറഞ്ഞു. എത്രയായിരുന്നു ദൂരപരിധി? 3000 കിലോമീറ്റർ അല്ലേ? 3000 കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരപരിധി. ഇനി നമ്മൾ ഡിഫൻസിൻ്റെ കാര്യത്തിൽ പറയുമ്പം ഇനി ഒരു പൈലറ്റിനെ പറ്റി പഠിച്ചു വെച്ചേക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ടോപ്പ് ഗൺ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ടോപ്പ് ഗൺ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? ഭാവന കാന്ത്. ആരാണ്? ഭാവന കാന്ത്. ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത 3 പേരിൽ ഒരാളാണ് ആര്? ഭാവന കാന്ത് കേട്ടോ, പഠിച്ചു വെച്ചേക്കാം. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ടോപ്പ് ഗൺ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? ഭാവന കാന്താണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അടുത്തിടെ പത്രത്തിൽ വന്ന ന്യൂസുകളൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. റാഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ആരാണ്? ശിവാംഗി സിംഗ് ആണ് കേട്ടോ. റാഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ആരാണ്? നമ്മുടെ ശിവാംഗി സിംഗ് ആണ്. അതുപോലെ ഈ റാഫാൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. അപ്പം റാഫാൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 2 മുൻനിര യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യത്തെ രാഷ്ട്രപതി ആര് തന്നെയാണ്? അതും നമ്മുടെ ദ്രൗപദി മുർമു തന്നെയാണ്. ഓക്കെ, സുഖോയിലും റാഫാലും ആ 2 എണ്ണത്തിലും ആര് പറന്നിട്ടുണ്ട്? ദ്രൗപദി മുർമു പറന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് അതാരാണ്? ആസ്താ പൂനിയ. ആരാണ്? ആസ്താ പൂനിയാണ്. അപ്പോൾ ഇത്രയും പേരുകളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഭാവന കാന്ത് ആരാണ്? ടോപ്പ് ഗൺ യുദ്ധവിമാന പൈലറ്റാണ്. ആര്? ഭാവന കാന്ത്. പിന്നെ നമ്മൾ ആസ്താ പൂനിയ ആരാണ്? അത് നമ്മുടെ നാവികസേനയിലെ ആദ്യത്തെ യുദ്ധവിമാന പൈലറ്റാണ്. നാവികസേനയാണ്, അറിഞ്ഞു വെച്ചേക്കുക. അതുപോലെ നമ്മൾ ശിവാംഗി സിംഗിനെ പറഞ്ഞു. എന്താണ്? നമ്മുടെ റാഫാൽ യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റാണ് ശിവാംഗി സിംഗ്. പിന്നെ നമ്മൾ ദ്രൗപദി മുർമുവിനെ പറഞ്ഞു അല്ലേ? എന്താണ്? റാഫാലിൽ പറന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി, അല്ലെങ്കിൽ റാഫാലിലും സുഖോയിലും അല്ലെങ്കിൽ 2 വ്യത്യസ്ത യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ക്ലിയർ അല്ലേ?